വചനധ്യാന ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാൻ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. യോശുവയോടാണ് ദൈവം അരുളി ചെയ്തത്. എങ്കിലും ഈ വചനം നമ്മളോടും ഇന്ന് പകൽക്കാലം, ഈ വെള്ളിയാഴ്ച പകൽക്കാലം ഈ വചനം നമ്മളോടും ഓരോരുത്തരോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതനുസരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അത് ആചരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം അന്ധകാര മണ്ഡലത്തെ നോക്കി ശാസിക്കുവാൻ അധികാരമുള്ള ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കണ്ട. ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാനിടയായിരിക്കും. മോശ എന്ന ദൈവപുരുഷൻ ദൈവമായിട്ടൊരു അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ടായിരുന്നു. നമുക്കറിയാം, മോശയുടെ ജനനം മുതൽ തിരസ്കരണം അനുഭവിച്ച് ഏതെല്ലാം ശത്രുമണ്ഡലങ്ങൾ തൻ്റെ ജീവനെ, ആയുസ്സിനെ വിലപേശിയോ, ആ ശത്രുവിന്റെ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം, ശത്രുവിന്റെ ഇരുട്ടിന്റെ വ്യാപാര കെട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് രാജകൊട്ടാരത്തിൽ വളരുവാനിടയായി തീർന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയമക്കളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ പദ്ധതികൾ മുൻപോട്ട് പോകുന്നത്. നമ്മുടെ കുടുംബക്കാരെ ഓർത്തുകൊണ്ട്, നമ്മുടെ മക്കളെ ഓർത്തുകൊണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളെ ഓർത്തുകൊണ്ട്, പരിസരവാസികളെ ഓർത്തുകൊണ്ട് നമ്മൾ കണക്കിടുന്ന രീതിയിലല്ല ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവീയ സ്നേഹവും ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, നമ്മൾ ഗ്രഹിക്കുന്നത് പോലെയല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത്ഭുതകരമാവണ്ണം വലിയ വിടുതലുകൾ കണ്ണാലെ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, മറിച്ച് ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവഹിതം എപ്പോഴും ഉയർന്നതായിരിക്കും. വചനം പറയുക, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മളോടുള്ള ബന്ധത്തിൽ ഉയർന്നിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും ഉപരിയായി ചിന്തിക്കുന്ന സ്വർഗം, നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായി നമ്മളെക്കുറിച്ച് കരുതുന്ന സ്വർഗം, നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ അധികമായി നന്മകളും അനുഗ്രഹങ്ങളും ദൈവിക പദ്ധതികളും വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പദ്ധതി, നമ്മൾ അറിയുന്നതിനേക്കാൾ അധികമായി ദൈവം നമ്മളെക്കുറിച്ച് പദ്ധതികൾ ഉരുവാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ സാഹചര്യങ്ങളെ നോക്കി കണക്കിട്ടുകൊണ്ട് ഇതിങ്ങനെയെല്ലാം പോയാൽ മതി, ഇത് ഈ കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ പരുതിയിട്ട് സാഹചര്യങ്ങളെ നോക്കി പരുതിയിട്ട് നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, പരുതിയിട്ട് നിൽക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിന് ഇന്നാളുകളിൽ ദൈവകൃപ ഏറ്റെടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. യേശു 40 രാവും 40 പകലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നയിച്ചപ്പോൾ 3 വിധത്തിൽ യേശുവിനെ പരീക്ഷിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തൻ്റെ മനോനിലകളെ അറിഞ്ഞുകൊണ്ട്, തൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട്, തൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളാണോ തനിക്ക് ആവശ്യമുള്ള മേഖലകളെല്ലാം മനസ്സിലാക്കിയിട്ട് സാത്താൻ പരീക്ഷകനായി കടന്നു വന്ന യേശുവിന്റെ അടുക്കൽ 3 കാര്യങ്ങൾ അവിടെ നിരത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യേശുവിനറിയാം, സാത്താനിലൂടെ എനിക്കൊരു നന്മ വേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പൈശാചിക തലങ്ങളിലൂടെ എനിക്കൊരു നന്മയും വേണ്ട എന്ന്, ദൈവത്തിന്റെ ഹിതമുള്ളത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ സാത്താന്റെ നന്മയൊന്നും വേണ്ട, ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ ഹിതവുമാണ് തന്നിൽ നിറവേറേണ്ടതെന്നുള്ള ദൈവാശ്രയത്തോടുകൂടി ആയിരിക്കുന്ന മണ്ഡലത്തിൽ താൽക്കാലികമായി ലഭിക്കേണ്ട നന്മകളെ അവോയ്ഡ് ചെയ്തപ്പോൾ
ജീവനുള്ള ദൈവത്തിൻ്റെ മുഴു പ്രസാദവും ആ യേശുവിൽ വെളിപ്പെടുകയാണ്. മൂന്നാമത്തെ പരീക്ഷണത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഉയർന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് സാത്താൻ പറയുക, ഈ കാണുന്നതെല്ലാം എന്റെയാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവകാശം പറയുക, ഈ കാണുന്നതെല്ലാം എന്റെയാ. യേശുവിനറിയാം, ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണ് ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത്, ഇതെന്റെയാന്ന് പറഞ്ഞ് അവകാശം പറയുന്ന അന്ധകാര മണ്ഡലത്തെ ശാസിക്കാൻ നിന്നില്ല. കാരണം എന്താണ്? സാത്താൻ പരാജയപ്പെട്ടവനാണ്, സാത്താൻ വ്യാജം പറയുന്നവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം സാത്താനോട് പറയുന്നു. ഹല്ലേലൂയ. ഒറ്റ കാര്യം മാത്രം സാത്താനോട് പറയുകയാണ്, ഓ ഹല്ലേലൂയ, എൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ, എൻ്റെ ദൈവത്തെ മാത്രമേ വണങ്ങാവുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്നാളുകൾ നമ്മൾ ആരാധിക്കേണ്ടത് സർവശക്തനായിരിക്കുന്ന ദൈവത്തെ മാത്രമാണ്. ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായിരിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കാതെ മറ്റേതിനെയെങ്കിലും ആരാധിച്ചാൽ അത് പൈശാചിക ആരാധനയാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, തിരുവചന പ്രകാരം പറയുകയാണ്, സാത്താൻ തന്ത്രങ്ങളായി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ യേശു പറയുക, ഈ നന്മയല്ല എൻ്റെ ആവശ്യം, ഈ നന്മയുടെ പുറകെ പോകാനല്ല എന്നെ ദൈവം വിളിച്ചത്, മറിച്ച് നന്മ തന്ന ദൈവത്തെ സേവിക്കാനാണ്. ഹല്ലേലൂയ. ഈ നന്മ തന്ന ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിന് മുഴുമഹത്വം കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത്, എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം എന്താണോ, അത് ഞാൻ പ്രാർത്ഥിക്കുന്ന മുമ്പേ മനസ്സിലാക്കി എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാനായിരിക്കുന്നത്. പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എത്ര പേർക്ക് പറയുവാൻ കഴിയും, ദൈവത്തെ മറന്ന് താൽക്കാലികമായ നന്മയുടെ പുറകെ പോകാതെ ഇന്നാളുകൾ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത്, ദൈവത്തിന് തക്ക മഹത്വം കൊടുത്ത്, ദൈവഹിതമില്ലാത്ത നന്മകളൊന്നും എനിക്ക് വേണ്ട, ദൈവഹിതമില്ലാത്ത പദ്ധതികളിലൂടെ ഒന്നും ഞാൻ ചുവട് വെക്കത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ മുൻപോട്ട് പോകുമെന്ന് എത്ര പേരെന്ന് പകൽക്കാലം ആഗ്രഹത്തോട് വിശ്വാസത്തോടു കൂടി ആയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ചില മേഖലകൾ തുറന്നു തരുവാൻ, ചില വാഗ്ദത്തങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ, ചില വാഗ്ദത്തങ്ങൾ കരങ്ങളിൽ തരുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. പരീക്ഷകനായി യേശുവിന്റെ കൂടെ കൂടിയ സാത്താനെ ദൈവീയ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ കുറെ നാളത്തേക്ക് മാറി നിൽക്കുകയാ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതം ധന്യകരമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം ബ്ലെസ്സിങ് ആകണമെങ്കിൽ, നമ്മുടെ ജീവിതം സന്തോഷപൂർണമാകണമെങ്കിൽ, പരാജയപ്പെട്ട മണ്ഡലങ്ങളെ വിജയമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. മോശയും ദൈവവുമായിട്ടൊരു അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ടായിരുന്നു. ഹല്ലേലൂയ. 40 ദിവസം ദൈവത്തിൻ്റെ കൂടെ ഇരുന്നവൻ പോരാ, ആടിനെ ഹോരോബ് പർവ്വതത്തിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ദൈവം തീയായി ഇറങ്ങി വന്ന് മോശയോട് സംസാരിക്കുന്ന മണ്ഡലങ്ങൾ, അധികാരമുള്ള നാമത്തിൽ രാജകൊട്ടാരത്തിൽ വളർന്ന മോശ, ഹല്ലേലൂയ, രാജാവിന്റെ മകനായി വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശത്രുവിന്റെ മണ്ഡലങ്ങളും അധീനതകളും ഒന്നും തന്നിൽ കടന്ന് തന്റെ വാഗ്ദത്തങ്ങൾക്കോ തന്റെ നന്മയ്ക്കോ തന്റെ മുൻപോട്ടുള്ള ഭാവിക്കോ ഒന്നും തടസ്സമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോയപ്പോൾ രാജകൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ആയിരിക്കുന്ന മോശയിലേക്ക് സാത്താന്യ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി, ദൈവ പ്രവർത്തികൾക്ക് വിരോധമായി തന്റെ വാഗ്ദത്തങ്ങളെ ഇല്ലാതാക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ കടന്നു എന്ന് തന്റെ വാഗ്ദത്തങ്ങളെ നഷ്ടമാക്കുന്ന മണ്ഡലങ്ങൾ.
ചുടബല ഹടകദുരബല ബൗദ്ധമനഗജനതരാജന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറാനുണ്ട്. ഹല്ലേലൂയ. നാളുകളായി അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് വിടുതൽ തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറുവാൻ കഴിഞ്ഞുവെങ്കിൽ നിന്റെ വാഗ്ദത്തങ്ങളെ ഒരു അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾക്കും മാറ്റിമറിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവകൃപ നിന്നിൽ വെളിപ്പെടുവാനിടയായി തീരും. നാളുകളായി അനുഭവിക്കുന്ന കഷ്ടതകളില്ലേ, നാളുകളായി അനുഭവിക്കുന്ന മനവേദനയില്ലേ, നാളുകളായി അനുഭവിക്കുന്ന ആ പ്രതിസന്ധികൾ മാറ്റിമറിയണമെങ്കിൽ, ദൈവിക വാഗ്ദത്തം നമ്മളിൽ പൊട്ടി പുറപ്പെടണമെങ്കിൽ ആ ദൈവകൃപയിൽ നമ്മൾ മുന്നേറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അനേക വാഗ്ദത്തങ്ങൾ ഉണ്ടാകാം, അനേക ദൈവപ്രവർത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഹല്ലേലൂയ. എന്നിട്ടും എന്തുകൊണ്ട് 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 എന്ന് ചോദ്യചിഹ്നമായി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങിവ. ദൈവകൃപയിലൊന്ന് നിറഞ്ഞ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മുൻപോട്ട് മൂവ് ചെയ്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ രാജകൊട്ടാരത്തിൽ വളർന്നപ്പോൾ, പഠനങ്ങളൊക്കെ പൂർത്തീകരിച്ചപ്പോൾ, ബുദ്ധിയൊക്കെ അവനിൽ അബലമായി നിന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അകത്തലത്തിലൊരു അഹങ്കാരത്തിന്റെ അധികാര കൈമാറ്റം സാത്താൻ കൊണ്ടുവന്നിട്ടു. ന്യായാധിപനായി കടന്നു എന്ന് അബ്സ്രേമിനെ അടിച്ച് മണലിൽ കുഴിച്ചിടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയ മക്കളെ, നമ്മുടെ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെടുവാൻ ഒരു നിമിഷം മതി. അനേക വാഗ്ദത്തങ്ങളും ദൈവപ്രവർത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു നിമിഷം കൊണ്ട് ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെയും നന്മയെയും അനുഗ്രഹവും ഇല്ലാതാക്കുവാൻ ശത്രുവിന് കഴിയും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ബുദ്ധിമണ്ഡലങ്ങളെ വെച്ച് ന്യായം സംസാരിക്കുവാനായി കടന്നു ചെന്നപ്പോൾ ആ ശണ്ടയിൽ അകപ്പെട്ട് താൻ ഒരു മിസ്രയീമിനെ കൊല്ലുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്റെ വാഗ്ദത്തങ്ങൾ അവിടെ സ്റ്റക്കാവുക. രാജകൊട്ടാരത്തുള്ള വാസവും അവിടെ സ്റ്റക്കായി മാറുന്ന മണ്ഡലങ്ങൾ. നന്മ നഷ്ടപ്പെട്ടു, ഹല്ലേലൂയ, മാന്യത നഷ്ടപ്പെട്ടു, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു, വാഗ്ദത്തങ്ങളും നഷ്ടപ്പെട്ട് ഒറ്റ കുറ്റം ചെയ്തു കഴിഞ്ഞപ്പോൾ വാഗ്ദത്തങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് താൻ മരുഭൂമിയിലൂടെ ഉലാവുന്ന ഒരു അനുഭവം. തിരുവചനത്തിൽ കാണുകയാണ്, ആടിനെ മേച്ച് ഹോരോബ് പർവ്വതത്തിലേക്ക് കടന്നു ചെന്നു. ഹോരോബ് പർവ്വതത്തിലെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു അവന്റെ അനുതാപ ഹൃദയവും ദൈവത്തോടുള്ള ഒരു വലിയ സ്നേഹവും അവന് വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, ദൈവം അവനെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഓരോ പർവ്വതത്തിലേക്ക് ആടിനെ മേച്ച് കടന്നു ചെന്ന മോശെ ദൈവം മറന്നില്ല കേട്ടോ. എന്താണെന്നറിയാമോ? തൻ്റെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഓരോ പർവ്വതത്തിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചല്ലോ, ദൈവത്തിൽ നിന്നൊക്കെ ഞാൻ അകന്നു പോയല്ലോ, ഇനി എനിക്കൊരു ഭാവി ഇല്ലേ എന്ന് ചിന്തിക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആലോചന പറയുവാനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ സാത്താന്റെ തന്ത്രങ്ങളിൽ അധീനരായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വന്ന്, അപ്പാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ ദൈവകരങ്ങളിലേക്ക് വിഷയങ്ങളെ കൈമാറ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓരോ പർവ്വതത്തിന്റെ മുൾച്ചെടിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം മോശയോട് അഭിമുഖമായി സംസാരിക്കുക. മോശേ, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്, അതുകൊണ്ട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുക. ഹല്ലേലൂയ. വിശുദ്ധിയിൽ അതിഭയങ്കരനായിരിക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് ആർക്കെങ്കിലും അടുത്ത് ചെല്ലണമെങ്കിൽ വിശുദ്ധിയുള്ളവരായി മാറുക. ഹല്ലേലൂയ. തിരുവചനം പറയുക, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുക. വിശുദ്ധിയിൽ അതിഭയങ്കരനായിരിക്കും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നാളുകളായി മാറട്ടെ.
40 ദിവസം ദൈവത്തോട് കൂടെയിരുന്നവൻ. പലവട്ടം ദൈവം അവനോട് സംസാരിച്ചു. പലവട്ടവും മോശ പറഞ്ഞ കാര്യങ്ങൾ, മോശയുടെ പ്രാർത്ഥനകൾ ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും മോശയിലൂടെ സംഭവിപ്പാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. എന്നാൽ മോശയുടെ കാലം കഴിഞ്ഞ് നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം തെരഞ്ഞെടുത്തത് ആരെയാണെന്നറിയാമോ? യോശുവ എന്ന ദൈവപുരുഷനെ തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം കാണുവാൻ കഴിയുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയുടെ തലങ്ങളിലേക്ക് ഉയരുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരാലോചന കൈമാറാനുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിന്നെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.